പശ്ചിമേഷ്യയുടെ ചതുരംഗക്കളത്തിൽ സമാധാനത്തിന്റെ വെളുത്ത കൊടികൾക്ക് പിന്നിൽ ഉപരോധങ്ങളുടെയും യുദ്ധക്കപ്പലുകളുടെയും നിഴൽ രൂപങ്ങൾ വ്യക്തമാകുന്നു. ഒമാന്റെ മനോഹരമായ തീരങ്ങളിൽ വച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ ലോകത്തിന് പ്രത്യാശ നൽകുന്നതാണെങ്കിലും അതിനു പിന്നിലെ അമേരിക്കയുടെ ഇലട്ടത്താപ്പ് ചർച്ചാവിഷയമാവുകയാണ്. ഒരു വശത്ത് സമാധാന ചർച്ചകൾക്കായി കൈനീട്ടുമ്പോഴും മറുവശത്ത് കൂറ്റൻ യുദ്ധക്കപ്പലുകളെ ഇറാൻ തീരത്തേക്കയച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന പഴയ സാമ്രാജ്യത്വ തന്ത്രങ്ങളാണ് ഇവിടെ വീണ്ടും പരീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഉപരോധങ്ങളുടെ മുൾമുനയിൽ നിർത്തി ഒരു ജനതയെ തളർത്താമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾക്കും ഇസ്രായേലിന്റെ സമ്മർദ്ദതന്ത്രങ്ങൾക്കും മുന്നിൽ തങ്ങളുടെ ആത്മാഭിമാനവും പരമാധികാരവും വിട്ടുകൊടുക്കാതെ ഇറാൻ ഇന്നും തലയുയർത്തി തന്നെ നിൽക്കുന്നു. ഒമാന്റെ മണ്ണിൽ ഇത്തവണ അരങ്ങേറിയത് പതിവ് നയതന്ത്ര നാടകങ്ങളല്ല, മറിച്ച് അധികാര സന്തുലിതാവസ്ഥയുടെ പുതിയൊരു പ്രദർശനമായിരുന്നു. വർഷങ്ങളായി സ്വിറ്റ്സർലൻഡിനെയോ ഒമാൻ സുൽത്താനേറ്റിനെയോ കേവലം കത്തുകൾ കൈമാറാനുള്ള പോസ്റ്റ് ഓഫീസ് സംവിധാനമായി മാത്രം ഉപയോഗിച്ചിരുന്ന അമേരിക്കൻ ഇറാൻ ബന്ധം ഇത്തവണ നേരിട്ടുള്ള ഹസ്തദാനത്തിലേക്ക് വളർന്നത് ലോകം അമ്പരപ്പോടെയാണ് വീക്ഷിക്കുന്നത്. ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾക്കിടയിലും ഒരടി പോലും പിന്നോട്ടു പോകാതെ അന്തസ്സുള്ളൊരു രാഷ്ട്രം എന്ന നിലയിൽ ഇറാൻ നടത്തിയ ഈ നീക്കം അമേരിക്കയുടെ സാമ്രാജ്യത്വ ധാർഷ്ട്യത്തിനുള്ള മറുപടി കൂടിയായിരുന്നു. അബ്ബാസ് അരഗ്ചി അമേരിക്കൻ പ്രതിനിധികളുടെ കണ്ണുകളിൽ നോക്കി ഹസ്തദാനം നടത്തുമ്പോൾ അത് കേവലമൊരു നയതന്ത്ര മര്യാദയായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ ആണവ അവകാശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ലോകക്രമത്തിൽ സജീവമായി ഇടപെടാൻ ഇറാൻ സജ്ജമാണെന്ന പ്രഖ്യാപനമായിരുന്നു. സമാധാനപരമായ ആണവോർജം ഇറാന്റെ പരമാധികാരത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടുതന്നെ മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള സന്നദ്ധത അരഗ്ചി പ്രകടിപ്പിച്ചു. ഇത് ഇറാന്റെ രാഷ്ട്രീയ പക്വതയുടെയും പ്രതിരോധശേഷിയുടെയും വിജയമായി വിലയിരുത്തപ്പെടുന്നു. ബദർ അൽ ബുസൈദിയുടെ നേതൃത്വത്തിലുള്ള ഒമാന്റെ വിദേശകാര്യ മന്ത്രാലയം ഈ ചർച്ചകളെ അതിസൂക്ഷ്മമായാണ് കൈകാര്യം ചെയ്തത്. അമേരിക്കയുടെ ഭീഷണികൾക്കും ഇസ്രായേലിന്റെ അണിയറ നീക്കങ്ങൾക്കും മധ്യസ്ഥതയുടെ വേദിയെ മലിനമാക്കാൻ അനുവദിക്കാതെ ഇരുപക്ഷത്തിനും തുറന്ന സംഭാഷണത്തിന് അവസരമൊരുക്കാൻ ഒമാന് സാധിച്ചു. ഈ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്കടുക്കുന്നത് അമേരിക്ക ഇപ്പോഴും പഴയ ഗുണ്ടാ തന്ത്രങ്ങളിൽ നിന്ന് മോചിതമായിട്ടില്ല എന്നതിന്റെ തെളിവാണ്. എങ്കിലും ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഇറാന്റെ നിലപാട് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു വിപ്ലവത്തിന് തുടക്കമിടുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സന്ദർശനം വെറുമൊരു ഔദ്യോഗിക യാത്രയല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടുവരുന്ന സമാധാനത്തിന്റെ നേരിയ നാമ്പുകളെപ്പോലും നുള്ളിക്കളയാനുള്ള തീവ്രശ്രമമാണ്. ഇറാന്റെ നയതന്ത്ര വിജയങ്ങളിൽ വിറളിപൂണ്ട ഇസ്രായേൽ ഭരണകൂടം അമേരിക്കൻ ഭരണകൂടത്തിന്മേൽ തങ്ങൾക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് ചർച്ചകളെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. ഇറാന്റെ ഓരോ മിസൈൽ പരീക്ഷണവും തങ്ങളുടെ അസ്തിത്വത്തിനു ഭീഷണിയാണെന്ന് ലോകത്തിനു മുന്നിൽ വിലപിക്കുമ്പോഴും ഫലസ്തീനിലും ലെബനാനിലും ഇസ്രായേൽ നടത്തുന്ന നഗ്നമായ മനുഷ്യാവകാശ ലംഘനങ്ങളെ നെതന്യാഹു സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉയരാൻ പോകുന്നത് സമാധാനത്തിന്റെ ഭാഷയല്ല, മറിച്ച് യുദ്ധത്തിന്റെയും ഉപരോധങ്ങളുടെയും പുതിയ അധ്യായങ്ങളായിരിക്കും. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കണമെന്നും അവരുടെ പ്രാദേശിക സഖ്യക്കെട്ടുകളെ ഒറ്റപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നതിലൂടെ ഒരു പരമാധികാര രാഷ്ട്രത്തെ വെറുമൊരു കോളനിയായി കാണുന്ന സാമ്രാജ്യത്വ മനോഭാവമാണ് നെതന്യാഹു പ്രകടിപ്പിക്കുന്നത്. ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം ഇറാൻ അമേരിക്കൻ ബന്ധം മെച്ചപ്പെടുന്നത് തടയുക എന്നത് മാത്രമല്ല, മറിച്ച് മേഖലയെ നിരന്തരമായ സംഘർഷാവസ്ഥയിൽ നിലനിർത്തുക വഴി സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പ് ഉറപ്പാക്കുക കൂടിയാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് ലോകത്തെ നയിക്കുന്നത് മറ്റൊരു വൻ യുദ്ധത്തിലേക്കായിരിക്കും എന്നറിഞ്ഞിട്ടും അതിനായി കരുകൾ നീക്കുന്ന നെതന്യാഹുവിന്റെ നിലപാട് ആഗോള സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ട്രംപ് ഇറാനുമായുള്ള ബന്ധത്തിൽ കൂടുതൽ കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള അവസാന ശ്രമങ്ങളെയും തകർക്കും. നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് ഒമാൻ നൽകിയ പ്രതീക്ഷകളെ നെതന്യാഹുവിന്റെ യാത്ര കരിനിഴലാക്കുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒന്നാണ്: എന്തിനാണ് ഒരു ജനതയുടെ സമാധാനത്തിനുമേൽ സയണിസ്റ്റ് താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്? അമേരിക്ക വിദേശ നയമായി സ്വീകരിച്ചിരിക്കുന്ന ഉപരോധങ്ങൾ കേവലം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളല്ല, മറിച്ച് ഒരു ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങളെപ്പോലും തടഞ്ഞുവെക്കുന്ന ക്രൂരമായ സാമ്പത്തിക ഭീകരതയാണ്.
മരുന്നുകൾക്കും അത്യാധുനിക ചികിത്സാ ഉപകരണങ്ങൾക്കും വരെ ക്ഷാമം നേരിടുന്ന തരത്തിൽ ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ വരിഞ്ഞുമുറുക്കുമ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇറാൻ ജനതയെ ഭരണകൂടത്തിനെതിരെ തിരിക്കാനാണ്. എന്നാൽ ഈ കടുത്ത പ്രതിസന്ധികൾക്കിടയിലും സ്വയം പര്യാപ്തതയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ ഇറാൻ പഠിച്ചു എന്നത് അമേരിക്കൻ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചു. അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ എല്ലാ നിബന്ധനകളും പാലിച്ച് തങ്ങളുടെ ആണവ നിലയങ്ങളിൽ പരിശോധനയ്ക്ക് അനുമതി നൽകിയിട്ടും ഉപരോധങ്ങൾ പിൻവലിക്കാൻ അമേരിക്ക മടിക്കുന്നത് അവരുടെ ലക്ഷ്യം സമാധാനമല്ല, മറിച്ച് ഇറാന്റെ സമ്പൂർണ്ണ കീഴടങ്ങലാണെന്ന് വ്യക്തമാക്കുന്നു. ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ പേർഷ്യൻ കടലിടുക്കിലേക്ക് ആറ്റോമിക് കരുത്തുള്ള വിമാനവാഹിനികളെയും B-52 ബോംബർ വിമാനങ്ങളെയും അയക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമെന്നവകാശപ്പെടുന്ന ഒരു രാജ്യത്തിന് ചേരുന്നതല്ല. എല്ലാം മേശപ്പുറത്തുണ്ട് എന്ന ഭീഷണിയുമായി സമാധാന ചർച്ചകൾക്ക് വരുന്നത് തോക്കിൻ മുനയിൽ നിർത്തി കരാർ ഒപ്പിടിപ്പിക്കുന്ന പഴയ കൊളോണിയൽ തന്ത്രത്തിന്റെ ആധുനിക രൂപമാണ്. ട്രംപിന്റെ മാക്സിമം പ്രഷർ തന്ത്രം പരാജയപ്പെട്ടു എന്ന് ചരിത്രം തെളിയിച്ചിട്ടും വീണ്ടും അതേ നാടകം തന്നെ ആവർത്തിക്കാനാണ് വൈറ്റ് ഹൗസ് ശ്രമിക്കുന്നത്. സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കേണ്ട നയതന്ത്ര മേശകളിൽ യുദ്ധക്കപ്പലുകളുടെ എണ്ണം നിരത്തുന്നതുവഴി അമേരിക്ക സ്വന്തം വിശ്വാസ്യതയാണ് തകർക്കുന്നത്. ഇറാന്റെ പരമാധികാരത്തെ മാനിക്കാതെ ഭീഷണിയിലൂടെ അവരെ വരുതിയിലാക്കാമെന്ന ട്രംപിന്റെ മോഹം പശ്ചിമേഷ്യയെ കൂടുതൽ അശാന്തിയിലേക്കും ഒരുപക്ഷേ തിരിച്ചടിക്കാനാവാത്ത സംഘർഷത്തിലേക്കുമായിരിക്കും നയിക്കുക. നയതന്ത്ര മേശയിലെ ഈ വൻശക്തി പോരാട്ടത്തെ വിശകലനം ചെയ്യുമ്പോൾ ഇറാന്റെ അന്തസ്സും അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ അടിച്ചമർത്തൽ തന്ത്രങ്ങളും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം കാണാം. ആണവ ഊർജം സമാധാനപരമായ പ്രയോജനങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള തങ്ങളുടെ അവകാശത്തിൽ ഇറാൻ ഉറച്ചുനിൽക്കുമ്പോൾ അത് പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. സ്വന്തം സുരക്ഷയ്ക്കായി കെട്ടിപ്പടുത്ത പ്രാദേശിക സഖ്യങ്ങളെ തള്ളിപ്പറയാൻ ഇറാൻ തയ്യാറല്ലെങ്കിലും ഇറാന്റെ പ്രതിരോധ നിരയെ തകർക്കുകയെന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ചുരുക്കത്തിൽ, ചർച്ചകളിലൂടെ തുല്യനീതി ഉറപ്പാക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ ഭീഷണികളിലൂടെയും ഉപരോധങ്ങളിലൂടെയും ഇറാന്റെ പരമാധികാരത്തെ കീഴ്പ്പെടുത്താനാണ് അമേരിക്കയും ഇസ്രായേലും കരുനീക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കിയതുപോലെ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചോ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യാനല്ല ഇറാൻ ഒമാനിലെത്തിയത്, മറിച്ച് തങ്ങളുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ്. ഉപരോധങ്ങളുടെ മുൾമുനയിൽ നിർത്തി ഒരു ജനതയെ തളർത്താമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾക്കും ഇസ്രായേലിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കും മുന്നിൽ തങ്ങളുടെ പരമാധികാരം പണയം വയ്ക്കാൻ ഇറാൻ തയ്യാറല്ലെന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യയുടെ ഈ രാഷ്ട്രീയ ചതുരംഗക്കളത്തിൽ ആത്യന്തികമായി ആര് വിജയിക്കും എന്നത് കേവലം സൈനിക ശക്തിയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് അതൊരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പോരാട്ടമാണ്. അമേരിക്കൻ അധികാര കേന്ദ്രങ്ങൾക്കും ഇസ്രായേലിന്റെ അധിനിവേശ രാഷ്ട്രീയത്തിനു മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ തയ്യാറല്ലെന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. സമാധാനം ആഗ്രഹിക്കുന്നത് ദുർബലതയായി കാണുന്ന അമേരിക്കൻ നിലപാട് തിരുത്തപ്പെടേണ്ടതുണ്ട്. സ്വന്തം മണ്ണും പരമാധികാരവും പണയം വയ്ക്കാതെയുള്ള ഒരൊത്തുകീഴ്ചയ്ക്ക് മാത്രമേ മേഖലയിൽ ശാശ്വതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ. വരും ദിവസങ്ങളിൽ ഈ ചർച്ചകൾ പുതിയ അശാന്തിക്ക് തിരികൊളുത്തുമോ അതോ വിവേകപൂർണമായ ഒരു കരാറിലേക്ക് ട്രംപിനെ നയിക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. എന്നാൽ ഒന്നുറപ്പാണ്, തോക്കിൻ മുനയിലെ ഭീഷണികൾക്കും ഉപരോധങ്ങളുടെ കരിനിഴലുകൾക്കും ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ ആത്മവീര്യത്തെ തകർക്കാൻ കഴിയില്ല. ചരിത്രം സാമ്രാജ്യത്വ ശക്തികളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നുമാത്രം: ആത്മാഭിമാനമുള്ള ഒരു ജനതയെ കീഴ്പ്പെടുത്തുക എന്നത് അസാധ്യമാണ്. സമാധാനത്തിന്റെ വെള്ളക്കൊടിയുയരുന്നത് അന്തസ്സുള്ള കരാറുകളിലൂടെയാകണം, അല്ലാതെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അടിമത്തത്തിലൂടെയല്ല.